26 സീറ്റിലേക്ക് അവർ ഒതുങ്ങിയിരിക്കുന്നു. 44 സീറ്റുകളിൽ BJP അവരുടെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. വ്യക്തമായ ആധിപത്യം ആം ആദ്മി പാർട്ടിക്ക് മേൽ BJPക്ക് ഉണ്ട് എന്നുള്ളത് കാണാം പലയിടങ്ങളിലും. തൗഫീഖ് അസ്ലം കൂടി നമ്മോടൊപ്പം ചേരുന്നു. തൗഫീഖ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ പലയിടത്തും പാതി റൗണ്ടുകൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ആ ആശ്വാസത്തിൽ ഇപ്പോഴും നിൽക്കാൻ കഴിയുന്ന ഒരു നില ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചുണ്ടോ? അതോ അതിനെല്ലാം അപ്പുറം നമുക്ക് ഡൽഹിയിൽ നിന്നുള്ള ഒരു പൊതുവികാരം പ്രകടമാകുന്നുണ്ടല്ലോ, എല്ലാ അർത്ഥത്തിലും ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല? റൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 44-26 എന്ന വലിയ അന്തരമുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട നേതാവ് മുൻ മുഖ്യമന്ത്രിയും കൺവീനറും അടക്കം പിന്നിൽ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഡൽഹിയിലെ ജനങ്ങൾ ഇത്തവണ BJP മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രകടന പത്രികയ്ക്ക് വോട്ട് ചെയ്തു. ഇനി ഈ കേന്ദ്ര സംസ്ഥാന തർക്കവും അതിന്റെ ബഹളങ്ങളും അതിന്റെ പേരുള്ള വികസന തടസ്സങ്ങളും വേണ്ട, ഡബിൾ എഞ്ചിൻ സർക്കാർ വരട്ടെ എന്ന പൊതുവായ ഒരു ഫീൽ ഡൽഹിക്കകത്ത് ഉണ്ടായിരുന്നു എന്നതാണോ നമുക്ക് ഇതുവരെയുള്ള സമയം കൊണ്ട് മനസ്സിലാവുന്നത്? അതോ അതെല്ലാം അട്ടിമറിക്കപ്പെടുന്ന പഴയ ബീഹാർ ഇലക്ഷനിലൊക്കെ സംഭവിച്ചവരുടെ അത്ഭുതത്തിന്റെ സാധ്യത ഇനി അവശേഷിക്കുന്നുണ്ടോ? പക്ഷെ അത് വലിയ സാധ്യതകൾ ഇനി അവശേഷിക്കുന്നില്ല. ചില എന്നാൽ ഇനിയും ചില റൗണ്ടുകൾ ബാക്കിയുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ അത് തന്നെയാണ്. എന്നാൽ BJP അത് ഒട്ടും ഭയപ്പെടുത്തുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അവർ വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. 45 സീറ്റുകളിൽ അവർ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. അതേസമയം ആം ആദ്മി പാർട്ടി 25 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ഇവിടെ എന്ത് അത്ഭുതമാണ് സംഭവിക്കുക എന്നുള്ളതാണ് BJP നേതാക്കൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, തങ്ങൾ ജനങ്ങളോട് സംസാരിച്ചതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി, അവർ തങ്ങളെ ഏറ്റെടുക്കുകയായിരുന്നുവെന്നാണ് BJP നേതൃത്വം പറയുന്നത്. അതിന്റെ തെളിവാണ് ഇത്രയും വലിയൊരു സീറ്റ് തങ്ങൾക്ക് ലഭിക്കാനായത്. കാൽനൂറ്റാണ്ടിന് ശേഷമാണ് BJP ഡൽഹിയിലേക്ക് തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് ഈ ആഘോഷം അല്ലെങ്കിൽ ഈ വിജയം തങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് തന്നെ BJP നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നാലുള്ള വോട്ടുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി ഇപ്പോഴും പറയുന്നത് തങ്ങൾക്ക് ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ ഇനി വരുന്ന റൗണ്ടുകളിലാണ് എന്നാണ്. നമ്മൾ ഓരോ തവണയും അവരോട് പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി, ആ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി വോട്ടെണ്ണുമ്പോൾ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിജയത്തിലേക്ക് എത്തുമെന്ന ഒരു ആത്മവിശ്വാസം കൂടി അവർ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ വളരെയധികം പിന്നിൽ പോയ മാനത്തുള്ള ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരികയാണ്. ഓഖലയിൽ ഉൾപ്പെടെ. അതോടൊപ്പം തന്നെ മുസ്തഫാബാദിൽ ഉൾപ്പെടെ അവിടെയും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നിലായിരുന്ന ഭൂരിഭാഗം സീറ്റുകളും ഇപ്പോൾ മുന്നിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു അത്ഭുത അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJPയും സമാനമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവരിപ്പോഴും ഒരു വലിയ ഫുൾഫ്ലെഡ്ജിലുള്ള ഒരു ആഘോഷത്തിലേക്ക് ഇതുവരെയും അവരുടെ ഓഫീസ് കൊണ്ടുപോയിട്ടില്ല. അവരുടെ നേതാക്കൾ ഇറങ്ങി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ 11:30 മണി കഴിയുമ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടായിട്ടില്ല. ചില ആശങ്കകൾ അവർ ഇല്ല എന്ന് പറയുമ്പോഴും അവരുടെ ഈ ഓഫീസിന്റെ ഒരു അന്തരീക്ഷം നമുക്ക് മനസ്സിലാകുമ്പോൾ ഒരു ആഘോഷത്തിലേക്ക് പൂർണ്ണമായും കടന്നിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് എണ്ണി തീരാനുള്ളത്? 16ഓളം റൗണ്ടുകൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഏകദേശം ഇപ്പോൾ 9-10 റൗണ്ടുകൾ എണ്ണി തീർന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇനി എന്നാനുള്ള റൗണ്ടുകളായിരിക്കും ഏറ്റവും നിർണായകമായ ഇതിനകത്ത് തൗഫീഖ് നമ്മൾ കാണേണ്ട കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വൈകുന്നതുകൊണ്ടായിരിക്കുമോ? അല്ലാതെ പുറത്തു വരുന്ന വിവരങ്ങൾ പരമാവധി റൗണ്ടുകൾ എണ്ണിയ ശേഷമായിരിക്കുമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ വലിയ രീതിയിലുള്ള താമസം ഉണ്ടാവുന്നുണ്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അവർ പൂർണ്ണമായും ഓരോ റൗണ്ട് എണ്ണിയതിനു ശേഷമാണ് അവരുടെ അപ്ഡേഷൻ അവർ പുറത്തുവിടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് നമ്മൾ ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നോക്കുന്നതല്ല, അത് കുറച്ച് സമയം മുമ്പത്തെ സ്റ്റാറ്റസ് ആണ്. അതും കടന്ന് ശരിക്കും പോയിട്ടുണ്ടെന്നാണ്. ഇത് റിയൽ ടൈം അല്ല എന്നാണ്. അതെ, അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൗണ്ടിംഗ് ഏജന്റ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കുറച്ചുകൂടി വോട്ടിൽ അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഈ പറയുന്ന കെജ്രിവാളിന്റെ ഉൾപ്പെടെ വോട്ടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുന്ന റൗണ്ടുകൾ കൂടി എണ്ണുമ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ വോട്ടുകളുടെ എണ്ണത്തിൽ വരുന്ന മാറ്റങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ഇനിയും റൗണ്ടുകൾ എണ്ണാനുണ്ട്. 16-17 റൗണ്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 10 റൗണ്ടുകൾ കഴിയുന്നതോടുകൂടി തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കുറച്ചുകൂടി റൗണ്ട് എത്തും. ആ സമയത്ത് ഈ പറയുന്ന ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ട് വർധന ഉണ്ടാകുമെന്നാണ് ആം ആദ്മി പാർട്ടി വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും തങ്ങളുടെ സീറ്റിൽ ഈ നിലയിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്ന് അവർ ഇപ്പോഴും പറയുന്നത്. 25-ൽ നിന്ന് തങ്ങൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുമെന്ന് അവർ വീണ്ടും പറയുന്നത് ആ ഒരു കാരണമുള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോൾ എന്ത് അത്ഭുതമാണ്
സംഭവിക്കാൻ പോകുന്നത്. ആം ആദ്മി പറയുന്നത് പോലെ അടുത്ത റൗണ്ടുകളിലേക്കെല്ലാം കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമേ ഡൽഹിയിൽ അവർക്ക് ഭരണം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അത് ഇനിയുള്ള റൗണ്ടും BJPക്കാണ് മുൻതൂക്കമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു തിരിച്ചുവരവ് ഡൽഹിയിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഇനിയിപ്പോൾ അവസാന റൗണ്ടുകളിലേക്കാണ് വോട്ടെണ്ണൽ കടക്കുന്നത്. ആ റൗണ്ട് വളരെ നിർണായകമായിരിക്കും. ആ റൗണ്ട് നിർണായകമാണെങ്കിൽ അത് ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കം അവർക്ക് ലഭിക്കുകയാണെങ്കിൽ പക്ഷേ അവർക്ക് വിജയത്തിലേക്ക് ഒരു 36 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും അങ്ങനെയാണ്. ഒരുപക്ഷെ BJP അവർ വലിയ രീതിയിലുള്ള ഒരു ആഘോഷങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണവും അവസാന ഘട്ടത്തിലെ വോട്ടുകൾ നിർണായകമാകും എന്നതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് BJP ഈ 11:30 സമയം കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു വലിയ ആഘോഷത്തിലേക്ക് കടക്കാതിരിക്കുന്നത്. നേതാക്കൾ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഇതുവരെയും പുറത്തിറങ്ങുകയോ പ്രവർത്തകരെ കാണുകയോ BJP ഇപ്പോഴും പൂർണ്ണ തോതിലുള്ള ആഹ്ലാദ പ്രകടനത്തിലേക്ക് കടക്കാത്തതിന്റെ കാരണം അവർക്കൊരു വളരെ കൃത്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി ഇതിനെ ഇപ്പോഴും ഒരു കണക്കാക്കുന്നില്ല. 20 സീറ്റുകൾക്ക് മുമ്പിലാണ് BJP എന്നുള്ളത് കാണേണ്ടതാണ്. 20 സീറ്റുകൾക്ക് മുമ്പിലാണ് എന്നുള്ളതും ഇതുവരെ വളരെ പൂറായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള BJP വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള പല മണ്ഡലങ്ങളിലും അവർ ആം ആദ്മി പാർട്ടിയെ മലർത്തിയടിച്ചാണ് മുന്നിലെത്തിയിട്ടുള്ളത്. പല മണ്ഡലങ്ങളിലും അവർക്ക് വലിയ തോതിലുള്ള ലീഡുണ്ട്. അല്പം മുമ്പ് നിഷാദ് നമ്മൾ സംസാരിച്ചില്ല, മുസ്തഫാബാദ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ഒരു മജോറിറ്റി ഉള്ളൊരു മണ്ഡലമാണ്. അവിടെ പക്ഷേ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും വോട്ട് പിളർത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചതെന്നും കാണാം. അത് വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അതിന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇനി വരാൻ പോകുന്ന ഈ റൗണ്ട്സിൽ ആം ആദ്മി പാർട്ടി തിരിച്ചു വരുമെന്ന് വിചാരിക്കാതിരിക്കാനുള്ള ശരിയായ സൂചനകളാണ്. ഇപ്പോൾ മുസ്തഫാബാദിലെ കാര്യം പറഞ്ഞാൽ അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനെയും കൂടി ചേർത്ത് വെച്ചാൽ പോലും ഇപ്പോൾ അവിടുത്തെ BJP സ്ഥാനാർത്ഥി നേടിയിട്ടുള്ള വോട്ടിൻ്റെ അടുത്തെത്താൻ കഴിയില്ല. എന്ന് വെച്ചാൽ BJPക്ക് അനുകൂലമായ വലിയൊരു കാറ്റ് ആഞ്ഞടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 27 വർഷത്തിനിടയ്ക്ക് BJPക്ക് തൊടാൻ കഴിയാതിരുന്ന പല സീറ്റുകളിലും BJP ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല. ഈ 4 മണിക്കൂറിലും BJPക്ക് ആ ലീഡ് നിലനിർത്താൻ കഴിയുന്നുണ്ട്.